നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 മെയിൻസ്, ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ന്യൂ എക്കണോമിക് പോളിസി. അതിൽ വരുന്നതാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പൊ നമ്മുടെ +1 NCERT SCERT ടെക്സ്റ്റില് വളരെ കാര്യമായിട്ട് തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് PSC മുന്നേ ചോദ്യങ്ങൾ ചോദിച്ചതും. അപ്പൊ +2 മെയിൻസ് പരീക്ഷ ഈ മാസം തുടങ്ങുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാ. ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. +1 എക്കണോമിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോ നവസാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ NEP എന്ന് പറയാം. NEP ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. 1991 ജൂലൈ മാസം 24-ാം തീയതിയാണ് NEP ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന ടൈമിൽ. അപ്പൊ ഇങ്ങനെ ഒരു പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 8 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത്, രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു. കഷ്ടിച്ച് 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണയമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ ആ സമയത്ത്. ഗൾഫ് യുദ്ധം, സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്. അപ്പൊ ഇതെങ്ങനെ ചോദിക്കാം? പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങളിൽ പെടുന്നതേത്, പെടാത്തതേത് എന്ന് പറഞ്ഞു ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ? രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാന ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു. കഷ്ടിച്ച് 2 ആഴ്ചത്തേക്ക് മാത്രമുള്ള വിദേശ നാണ്യമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫ് യുദ്ധം, സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCERT. അപ്പൊ SCERTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ത്യ, ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി എന്നീ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ചു. ചില ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ ഉപാധികൾ അഥവാ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ആദ്യത്തേത്, വ്യാപാരത്തിന് മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക എന്നതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്യുക. അപ്പൊ വ്യാപാരത്തിന് മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്യുക എന്നിവയായിരുന്നു ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, നൂതന സാമ്പത്തിക നയം NEP 1991 കൊണ്ടുവന്നത്. 1991 മുതൽ ഇന്ത്യ വ്യാപകമായ തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2 ഭാഗങ്ങൾ അടങ്ങിയ ഒരു പരിപാടിയാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്.
ആദ്യത്തേത് സുസ്ഥിരവൽക്കരണ നടപടി, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഹ്രസ്വകാല നടപടികൾ, അതായത് ഷോർട്ട് ടേമിലായിട്ടുള്ള നടപടികളാണ്, മെഷേഴ്സ് ആണ് സുസ്ഥിരവൽക്കരണ നടപടികൾ. പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടികളുടെ ഉദ്ദേശമായിരുന്നത്. എന്താണ്? പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടികളുടെ ഉദ്ദേശം. രണ്ടാമത്തേത് ഘടനാപരമായ നീക്കുപോക്ക്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം ആണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായുള്ള ദീർഘകാല പരിപാടി. ആദ്യത്തേത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്ന സുസ്ഥിര വികസന നടപടി, അത് ഹ്രസ്വകാലം. രണ്ടാമത്തേതെന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാല നടപടികളാണ് അല്ലെങ്കിൽ പരിപാടികളാണ്. സർക്കാർ ഇതിനായി വിവിധങ്ങളായ നയങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് വിവിധങ്ങളായ നയങ്ങൾ കൊണ്ടുവന്നു. അതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ. ലിബറൽ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ലിബറൽ ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉദാരവൽക്കരണം എന്നാൽ സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഉദാരവൽക്കരണത്തിലെ കീഴില് ഉള്ള പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരിക്കാൻ വേണ്ടി വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വ്യാവസായിക മേഖലയെ നിയന്ത്രണാതീതമാക്കി, വ്യവസായി ലൈസൻസിംഗ് നിർത്തലാക്കി, പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു, MRTP, FERA എന്നിവ ഭേദഗതി വരുത്തി, ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി. MRTPയുടെ ഫുൾ ഫോം എന്താണ്? മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്നതാണ് MRTP ആക്ട്. MRTP ആക്ടിന്റെ ഫുൾ ഫോം. അതായത് ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നത്? മത്സരം വളർത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അടുത്തത് ഫെറയുടെ ഫുൾ ഫോം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നതാണ്. ഇത് ഇന്ത്യയിൽ പാസാക്കിയ ഒരു നിയമനിർമ്മാണമാണ്. ചില തരത്തിലുള്ള പേയ്മെന്റ്, വിദേശ നാണ്യ ഇടപാടുകൾ, ഇറക്കുമതിയിൽ പരോക്ഷമായി സ്വാധീനം ചെലുത്താനുള്ള ഇടപാടുകൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഇവയിലൊക്കെ എന്ത് വരുത്തി? ഭേദഗതി അല്ലെങ്കിൽ മാറ്റം വരുത്തി. ഓക്കെ, അതാണ് വ്യാവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇത് ഉദാരവൽക്കരണത്തിന് കീഴിൽ വരുന്നതാണ്. രണ്ടാമത്തേത് ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. അപ്പൊ ധനകാര്യ മേഖലയിൽ വരുത്തിയ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ലൈസൻസിംഗ് ഉദാരവൽക്കരിച്ചു. ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. വിദേശ ബാങ്കുകളെയും പുത്തൻ തലമുറ ബാങ്കുകളെയും അനുവദിച്ചു. CRR, SLR എന്നിവ കുറച്ചു. എന്താണ് CRR? ക്യാഷ് റിസർവ് റേഷ്യോ. അതാണ് CRR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബാങ്കിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ ശതമാനമാണ്. ഒരു ബാങ്കിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ ശതമാനമാണ് CRR. അത് ലിക്വിഡ് പണമായിട്ട് നിലനിർത്തേണ്ടതായിട്ട് ഉണ്ട്. SLR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബാങ്ക് സ്വർണം, പണം അല്ലെങ്കിൽ മറ്റ് അംഗീകൃത സെക്യൂരിറ്റികൾ എന്നിവയുടെ രൂപത്തിൽ സൂക്ഷിക്കേണ്ട നിക്ഷേപങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ശതമാനമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പൊ ഇവ രണ്ടും എന്ത് ചെയ്തു? കുറച്ചു. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. ഇതാണ് ധനകാര്യ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ. മൂന്നാമത്തേത് നികുതി പരിഷ്കാരങ്ങളാണ്. ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി എന്നിവ കുറച്ചു. 2017 GST ആരംഭിച്ചു. നാലാമത്തേത് വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ. വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ. സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. സുസ്ഥിര വിനിമയ നിരക്കിന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന് പകരം ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് നിലവിൽ വന്നു. അടുത്ത അഞ്ചാമത്തേത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഇറക്കുമതിയുടെ പരിമാണാത്മക അളവ് കോട്ട നിയന്ത്രണം എടുത്തു കളഞ്ഞു. ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. താരിഫ് നിരക്ക് കുറച്ചു. കയറ്റുമതി നികുതി നിർത്തലാക്കി. ഇതൊക്കെയാണ് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഈ 5 എണ്ണമാണ് ഉദാരവൽക്കരണത്തിന് വേണ്ടി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ.
ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പരിഷ്കാരമാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, LIC പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണ്, ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. രണ്ട് രീതിയിലാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. ആദ്യത്തേത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും സർക്കാർ പിൻവലിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഈ രണ്ട് രീതിയിലാണ് സ്വകാര്യവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. നിക്ഷേപ മോചനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ആദ്യത്തേത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക, വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക, ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. അടുത്തത് FDI പ്രോത്സാഹിപ്പിക്കുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. നൂതന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി പദവി നൽകിക്കൊണ്ട് നവരത്ന, മിനിരത്ന എന്നിങ്ങനെ തരംതിരിച്ചു. ഉദാഹരണത്തിന് IOC, HDCL, BPCL, ONGC, സെയിൽ മുതലായവ നവരത്നങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. IOC, HDCL, BPCL, ONGC, സെയിൽ എന്നിവ നവരത്ന കമ്പനികളാണ്. അടുത്ത മൂന്നാമത്തെ പരിഷ്കാരമാണ് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം, സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകൽ. അതായത് വേൾഡ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ്, ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയുന്നതിലൂടെയുള്ള കമ്പോള വികസനം. ഇനി എന്താണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറം വാങ്ങൽ, പുറം കരാർ നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അനന്തര ഫലമായിരുന്നു പുറം വാങ്ങൽ. പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തു നിന്നുള്ളവ സ്വീകരിക്കൽ എന്നാണ് അർത്ഥം. അപ്പൊ ഈ പുറം വാങ്ങൽ അല്ലെങ്കിൽ പുറം കരാർ നൽകൽ, ഔട്ട്സോഴ്സിംഗ് എന്നത് ഏതിൻ്റെതാണ്? ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഫലമായിരുന്നു. പുറമേ നിന്നുള്ളവ സ്വീകരിക്കൽ. പുറം വാങ്ങൽ പ്രകാരം പതിവ് സേവനങ്ങൾക്കുള്ള നിയമനം ഒരു കമ്പനി ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നും നടത്തുന്നു. വികസിത രാജ്യങ്ങൾ അവർക്കാവശ്യമായ പലതരം സേവനങ്ങൾക്കും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണം അക്കൗണ്ടിംഗ്, ലീഗൽ സർവീസിംഗ്, എഡിറ്റിംഗ്, ആനിമേഷൻ തുടങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾക്ക് അവർ ഇന്ത്യയെ ആശ്രയിക്കുന്നു. ഇന്ത്യ പുറം വാങ്ങലിനുള്ള ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യയിൽ കുറഞ്ഞ കൂലി നിരക്കിൽ തൊഴിലാളികളെ ലഭിക്കും. നല്ല നൈപുണ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഇന്ത്യയിൽ ലഭിക്കും. ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം, ഇന്ത്യയിലെ ആൾക്കാർക്കുള്ള ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം മുതലായവ ഇന്ത്യ പുറം വാങ്ങലിനുള്ള പ്രധാന ലക്ഷ്യസ്ഥാനമായി വളരാനുള്ള കാരണങ്ങൾക്ക് ഇടയായി. ഇനി WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. WTO സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1995-ലാണ്. 1948 രൂപം കൊണ്ട ഗാട്ട് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് WTO നിലവിൽ വന്നത് 1995. ഇനി WTO ഉണ്ടാവാൻ കാരണമായ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ WTOയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യത്തേത് അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക. വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഇവയൊക്കെയാണ് WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, അപ്പൊ ഈ സാമ്പത്തിക നയപരിഷ്കരണം വന്നപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കൈവന്നത്?
1991 പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ചത്. നിരവധി നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, നിരവധി കോട്ടങ്ങളും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ നേട്ടങ്ങൾ ആദ്യമായിട്ട് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് GDP വർദ്ധിച്ചു. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDPയുടെ വളർച്ചാ നിരക്ക് 1980 5.79% ആയിരുന്നത് 2016 ആയപ്പോൾ 7.6% വർദ്ധിച്ചു. ഈ കണക്കൊന്ന് ഓർത്തു വെക്കുക. GDPയുടെ വളർച്ചാ നിരക്ക് 1980 5.79% ആയിരുന്നത് 2016 ആയപ്പോൾ 7.6% വർദ്ധിച്ചു. വിദേശ നിക്ഷേപം വർദ്ധിച്ചു. 1991 $103 ദശലക്ഷം ആയിരുന്ന വിദേശ നിക്ഷേപം 2005-2006 ആയപ്പോൾ 20,243 ദശലക്ഷം ആയിട്ട് വർദ്ധിച്ചു. 20,243. വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു. കയറ്റുമതി വർദ്ധിച്ചു. ദാരിദ്ര്യ നിരക്ക് 2012 ആയപ്പോൾ 22% കുറഞ്ഞു. ഇതൊക്കെയാണ് നവസാമ്പത്തിക പരിഷ്കാരം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ നേട്ടങ്ങൾ. ഇനി ഇന്ത്യക്ക് നേട്ടങ്ങളെ പോലെ തന്നെ ദോഷഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ആദ്യത്തേത് കാർഷിക മേഖലയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. പരിഷ്കരണ നടപടികൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് കാർഷിക മേഖലയെയാണ്. വെറും 3% വളർച്ചാ നിരക്ക് മാത്രമാണ് കൃഷിയുടെ കാര്യത്തിൽ ഉണ്ടായത്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? കാർഷിക സബ്സിഡികളിൽ കുറവ് വരുത്തി, അതുപോലെ കാർഷിക ഉൽപാദന ചെലവിലുള്ള വർധനവ്. അടുത്ത പോയിന്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, സർക്കാർ നിക്ഷേപത്തിന്റെ കുറവ്, ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾ കൂടുതൽ കയറ്റുമതി ചെയ്തു. ഇത് ഭക്ഷ്യ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതാണ് കാർഷിക മേഖലയിൽ ഉണ്ടായ കോട്ടങ്ങൾ. അടുത്തത് വ്യാവസായിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപത്തിന്റെ കുറവ്. തൊഴിലവസരങ്ങൾ വേണ്ടത്ര വർദ്ധിച്ചില്ല. പരിഷ്കരണ കാലഘട്ടത്തിൽ GDP വർദ്ധിച്ചെങ്കിലും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല. ഈ അവസ്ഥയെ തൊഴിൽ രഹിത വളർച്ച എന്നാണ് വിമർശകർ സൂചിപ്പിച്ചത്. അടുത്ത കോട്ടം എന്ന് പറയുന്നത് നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ പോരായ്മകൾ. നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ ഭാഗമായി പലപ്പോഴും വളരെ ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വളരെ വില കുറച്ചാണ് വിറ്റഴിച്ചത്. ഈ നയം നമ്മുടെ രാജ്യത്ത് വലിയ അഴിമതിക്ക് കാരണമാവുകയും ചെയ്തു. അഞ്ചാമത്തേത് ധനനയത്തിന്റെ പോരായ്മകൾ. നികുതി പരിഷ്കരണം കൊണ്ട് സർക്കാരിന് വേണ്ടത്ര വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. സാമൂഹ്യ നീതിയുടെയും ക്ഷേമത്തിന്റെയും കുറവ്. പരിഷ്കരണ നടപടികൾ രാജ്യത്തിന്റെ നീതിയും ക്ഷേമവും കുറയ്ക്കുന്നതിന് കാരണമായി. സ്വത്തിലും വരുമാനത്തിലുമുള്ള അസമത്വം വർദ്ധിക്കുകയും ചെയ്തു. ഇത്രയുമാണ് നവസാമ്പത്തിക നയം കൊണ്ട് ഇന്ത്യയിലുണ്ടായ കോട്ടങ്ങൾ അഥവാ നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോഴത്തേക്കും ഈ ടോപ്പിക് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.